ഹായ്, ഞാൻ നിങ്ങളൊരു മാജിക്കൽ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ ടീത്ത് ഭയങ്കര യെല്ലോയിഷ് കളറാണ്. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് റിയ എനിക്കൊരു ടൂത്ത് പേസ്റ്റ് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് യൂസ് ചെയ്തിട്ട് വരാം. ഞാൻ വെറും ഒരു തവണ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് മൾട്ടിപ്പിൾ റിസൾട്ട്സ് ഉണ്ട്. അതായത് എൻ്റെ സ്കിന്നിലെ പാച്ചസ് ഒക്കെ മാറിയിട്ടുണ്ട്, അതുപോലെ എൻ്റെ സ്കിന്നിലെ ടാൻ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഇത്രയും റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഇപ്പോൾ കാണുന്നതാണ് ഈ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട്, മാജിക്കലായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഈ ഒരു യെല്ലോ കില്ലർ എന്ന് പറഞ്ഞ ടൂത്ത് പേസ്റ്റ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കാം. ഇതുപോലെയുള്ള കുറേ ടൂത്ത് പേസ്റ്റുകൾ, അതുപോലെയുള്ള പ്രോഡക്ട്സ് അതൊക്കെ നിങ്ങളുടെ ഫീൽഡിൽ കറങ്ങി നടക്കുന്നുണ്ടാവും എനിക്കറിയാം. എൻ്റെ ഫീൽഡിൽ ഞാൻ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, കണ്ട് എനിക്ക് മടുത്തു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പർപ്പിൾ കളർ യെല്ലോ കളറിനെ ക്യാൻസൽ ചെയ്ത് വൈറ്റ് ആക്കും എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ തന്നെയാണ്. പക്ഷേ അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുള്ള കളർ തിയറിയിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു കളർ വീല്, അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനം. അപ്പോൾ ആ വീൽ ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കത് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അതായത് നമ്മുടെ കണ്ണ് നമ്മളെ പറ്റിക്കുകയാണ്. ഇത് ശരിക്കും വൈറ്റ് ആവുന്നതല്ല, നമുക്കതെല്ലാം കൂടെ വൈറ്റ് ആയിട്ട് നമ്മുടെ കണ്ണിന് തോന്നുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് നമ്മളെ പറ്റിക്കുന്നതാണ്. അല്ലാതെ പല്ലിൻ്റെ മഞ്ഞക്കറയൊന്നും പർപ്പിൾ കളർ ടൂത്ത് പേസ്റ്റ് കൊണ്ട് പോവില്ല. അത് കെമിക്കൽ വൈറ്റനിങ് അല്ല. പക്ഷെ നമുക്ക് ഇത് വെച്ച് ബ്രഷ് ചെയ്താൽ നമുക്കത് വൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ആയി എന്നുള്ള പോലെ നമുക്കത് തോന്നും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പേർപ്പിൾ ടൂത്ത് പേസ്റ്റിൻ്റെ നമ്മളത് കഴുകി കളഞ്ഞാലും അതിൻ്റെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ് നമ്മുടെ പല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ യെല്ലോയിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള പല്ലിൻ്റെ മുകളിൽ ഈ ഒരു പേർപ്പിളിൻ്റെ ഒരു ചെറിയ തിന്നായിട്ടുള്ള കോട്ട് അവിടെ ബാക്കി നിൽക്കുമ്പോൾ നമുക്കത് ഒരുമിച്ച് കാണുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് പെർമനൻറ്റ് വൈറ്റനിങ് അല്ല, കെമിക്കൽ വൈറ്റനിങ് അല്ല. ഇത് ശുദ്ധ വഞ്ചനയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അത് മാത്രമല്ല, ഇത് പെയ്ഡ് പ്രൊമോഷൻസ് ആയിട്ട് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ മാറ്റിയിട്ടൊക്കെയാണ് നമ്മളെ ഇത് വിശ്വസിപ്പിക്കുന്നത്. ഇതൊന്നും അല്ല. ഇതിൽ മെജോറിറ്റി സാധനങ്ങളും ഇതൊന്നും റിയൽ അല്ല. അപ്പോൾ പക്ഷേ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇത് പലർക്കും ഇതൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഞാൻ കാണുന്ന ഈ പ്രൊമോഷൻ വീഡിയോസിൽ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും അത് വേണം എന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഇതാരും ഇത് ഫിൽറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഈ തിയറി ഇതിൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതൊന്നും ആരും കമൻറ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ക്രീമുകൾ, കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇതിലെല്ലാം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അത് ഫിൽറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അത് ലൈറ്റിംഗ് മാറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം ഒരു 90% ഇതൊക്കെ ഫേക്ക് പ്രൊമോഷൻസ് ആണ്. ഇതൊന്നും റിയൽ അല്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക.